ഓക്കെ, ഗുഡ് മോർണിംഗ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് എക്സാമിൻ്റെ ഡൗട്ട്സ് ക്ലിയർ ആയി വിചാരിക്കുന്നു. ഞാൻ ഇന്നലെ വാട്സാപ്പിലിട്ട് തന്നിരിക്കുന്ന 2 PDF കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം. ആ 2 PDF ആയിരിക്കും എക്സാമിന്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എക്സാം വക? എനി ഡൗട്ട്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. എക്സാമിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. എനി ഡൗട്ട്? കാവ്യ? സെയിം പാറ്റേൺ തന്നെ, വൈവ മോഡൽ. ഓക്കെ, സെയിം. ഇംഗ്ലീഷിലോട്ട് പഠിക്കാം. ഓക്കെ ഓക്കെ. Then others, any doubt? ഓക്കെ, എങ്കിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് മൂവ് ചെയ്യാണ്. ഓക്കെ, നെർവസ് സിസ്റ്റം എക്സാം മൺഡേ അല്ലേ പറഞ്ഞിരിക്കുന്നത്? ഗിവ് റെസ്പോൺസ് പ്ലീസ്, ഗിവ്. ഓക്കെ ഓക്കെ. അപ്പം നെർവസ് സിസ്റ്റം മൺഡേ കണ്ടക്ട് ചെയ്യാം. അതുവരെ ആയിരിക്കും നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന്. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ ഹെഡിങ് കൊടുക്കുക, റെസ്പിറേറ്ററി സിസ്റ്റം. അടുത്ത ചാപ്റ്റർ റെസ്പിറേറ്ററി സിസ്റ്റം. ഓക്കെ, സബ് ഹെഡിങ് കൊടുക്കുക, റെസ്പിറേഷൻ. റെസ്പിറേഷൻ കൊടുക്കുക. എന്താന്ന് നോക്കാം. റെസ്പിറേഷൻ ഇസ് ദ ആക്ട് ഓഫ് ബ്രീത്തിങ് ഇൻ ആൻഡ് ബ്രീത്തിങ് ഔട്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻസ്പിരേഷൻ ആൻഡ് എക്സ്പിരേഷൻ. അതായത് റെസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രീത്തിങ് ഇൻ ആൻഡ് ബ്രീത്തിങ് ഔട്ട് അതിൻ്റെ ഒരു ആക്ട് ആണ്. മീൻസ് അതായത് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ആ ഒരു പ്രവർത്തനത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയനെയാണ് റെസ്പിറേഷൻ എന്ന് വിളിക്കുന്നത്. ഫുൾ സ്റ്റോപ്പ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻസ്പിരേഷൻ ആൻഡ് എക്സ്പിരേഷൻ. ഇതിലാണ് ഇൻസ്പിരേഷനും എക്സ്പിരേഷനും വരുന്നത്. ഓക്കെ, ഇൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുന്നത്. എക്സ്പിരേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വാസം പുറത്തോട്ട് വിടുന്നതിന്. ഓക്കെ, എന്നിട്ട് പറയാം, റെസ്പിറേഷൻ ഈസ് ദി ആക്ട് ഓഫ് ബ്രീത്തിങ് ഇൻ ആൻഡ് ബ്രീത്തിങ് ഔട്ട്. ഫുൾ സ്റ്റോപ്പ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻസ്പിരേഷൻ ആൻഡ് എക്സ്പിരേഷൻ. ക്ലിയർ ആയോ? റിഫ്ലക്സ് ആക്ഷൻ നിങ്ങൾക്ക് എടുത്തില്ലായിരുന്നോ? ഓക്കെ ഓക്കെ, എങ്കിൽ അത് എടുത്തു തരാം. ഓക്കെ, ഐ തിങ്ക് MLT. ഓക്കെ, MLT സ്റ്റുഡൻസിനായിരുന്നു അത് എടുത്തത്. ഓക്കെ, എടുത്തു തരാം. ഓക്കെ, ഞാൻ അന്ന് ചോദിച്ചായിരുന്നല്ലോ നോട്ട്സ് കവർ ആയോന്ന്. ഓക്കെ, റിഫ്ലക്സ് ആക്ഷൻ ലാസ്റ്റത്തെ നോട്ടായിരുന്നോ സുഷ്മ? ഓക്കെ ഓക്കെ ഓക്കെ, എങ്കിൽ നമുക്ക് റിഫ്ലക്സ് ആക്ഷൻ എന്താന്ന് നോക്കാം. ഓക്കെ, ആ നോട്ട് എടുത്ത് വെക്കുക. ഓക്കെ, ദാറ്റ് ഫസ്റ്റ് പോയിന്റ്, reflex action is an immediate involuntary action of any organ or part of the body in response to a particular stimulus. അതായത് റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇൻവോളണ്ടറി ആക്ഷൻ ആണ്. ബോഡിയിലോ അല്ലെങ്കിൽ അവയവങ്ങളിലോ ഉണ്ടാകുന്ന ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇൻവോളണ്ടറി ആയിട്ടുള്ള ആക്ഷൻ ആണ്. ഓക്കെ, എന്താണ് ഇൻവോളണ്ടറി വോളണ്ടറി എന്നൊക്കെ ഓൾറെഡി നമ്മൾ അനാറ്റമിക്കൽ ടേംസിൽ പഠിച്ചതാണ്. ഇൻവോളണ്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത്. ഓക്കെ, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത്. ഓക്കെ, ആ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അവയവത്തിലോ അതുപോലെ തന്നെ ബോഡിയിലെ ഏതെങ്കിലും ബോഡി പാർട്സിലോ ഉണ്ടാകുന്ന മാറ്റം. ഓക്കെ, അതായത് എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള സ്റ്റിമുലസ് വരുമ്പോൾ, മീൻസ് പുറമേ നിന്ന് എന്തെങ്കിലും പ്രവൃത്തി വരുമ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ബോഡിയിൽ അല്ലെങ്കിൽ ബോഡിയിലെ ഏതെങ്കിലും അവയവങ്ങളിലോ അല്ലെങ്കിൽ പാർട്സിലോ ഉണ്ടാകുന്ന ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇൻവോളണ്ടറി ആക്ഷൻ. ഓക്കെ, അതാണ് ഈ റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആയോ? അതായത് പുറമേ നിന്ന് ബോഡിയിലോട്ട് എന്തെങ്കിലും എന്താ പറയുക, ശരീരത്തിലോട്ട് പുറമേ നിന്ന് എന്തെങ്കിലും പ്രവേശിക്കുമ്പോൾ, ഓക്കെ, എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് ഉണ്ടാകുമ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ബോഡിയിലെ ഏതെങ്കിലും പാർട്ടിലോ അല്ലെങ്കിൽ അവയവങ്ങളിലോ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇൻവോളണ്ടറി ആയിട്ടുള്ള പ്രവർത്തനമാണ്. ഇൻവോളണ്ടറി എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ റിഫ്ലക്സ് ആക്ഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ? നിങ്ങൾ ഇത് ഓൾറെഡി ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ക്ലിയർ ആയോ? പ്ലീസ് ഗീവ് റെസ്പോൺസ്. റെസ്പോൺസ് ക്ലിയർ ആയോ നിങ്ങൾക്ക്? Okay, then the nervous pathway taken by nerve impulses in a reflex action is called a reflex arc.
അതായത് ഈ നാഡീ വ്യവസ്ഥ നെർവ്സ് പാത്വേ അതാണ് ഈ നാഡീപരമായിട്ടുള്ള ആവേഗങ്ങളെ കൊണ്ടുപോകുന്നത്. ഓക്കെ, അതായത് ഈ റിഫ്ലക്സ് ആക്ഷനിൽ ആവശ്യമായിട്ടുള്ള നാഡീപരമായിട്ടുള്ള ആവേഗങ്ങളെ കൊണ്ടുപോകുന്ന ആ ഒരു വഴിയെ വിളിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു റൂട്ടിനെ വിളിക്കുന്ന പേരാണ് റിഫ്ലക്സ് ആർക്ക്. ഓക്കെ, അതായത് ദ നെർവസ് പാത്വേ ടേക്കൺ ബൈ നെർവ് ഇമ്പൾസസ് ഇൻ എ റിഫ്ലക്സ് ആക്ഷൻ. അതായത് റിഫ്ലക്സ് ആക്ഷനിൽ നെർവ് ഇമ്പൾസസ് മീൻസ് നാഡീപരമായിട്ടുള്ള ആവേഗങ്ങൾ അല്ലെങ്കിൽ നാഡീപരമായിട്ടുള്ള വിവരങ്ങൾ അത് പാസ് ചെയ്യുന്ന ആ നാഡീ വ്യവസ്ഥ അല്ലെ ആ നാഡീ വഴികളെയാണ് അല്ലെങ്കിൽ ആ ഒരു റൂട്ടിനെയാണ് റിഫ്ലക്സ് ആർക്ക് എന്ന് വിളിക്കുന്നത്. മീൻസ് റിഫ്ലക്സ് ആക്ഷൻ നടക്കുന്ന ആ പ്രവർത്തനം നടക്കുന്ന ആ ഒരു റൂട്ടിനെയാണ് റിഫ്ലക്സ് ആർക്ക് എന്ന് വിളിക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? പ്ലീസ് ഗീവ് റെസ്പോൺസ്. ക്ലിയർ ആയോ? Okay. The nervous pathway taken by nerve impulses in a reflex action is called reflex arc. അതായത് റിഫ്ലക്സ് ആക്ഷനിൽ നാഡീപരമായിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ നാഡീപരമായിട്ടുള്ള ആവേഗങ്ങൾ അത് പാസ് ചെയ്യുന്ന ആ നാഡീ വഴികളെയാണ് മീൻസ് ഈ ആവേഗങ്ങൾ അല്ലെങ്കിൽ ഈ വിവരങ്ങൾ പാസ് ചെയ്യുന്ന ആ ഒരു റൂട്ടിനെയാണ് റിഫ്ലക്സ് ആർക്ക് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? Okay. Then next point. The components that mediate a reflex usually include a receptor, afferent pathway, integrating center, efferent pathway and effector. അതായത് ഈ റിഫ്ലക്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ റിഫ്ലക്സിനെ നയിക്കുന്ന രീതിയിലുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതായത് റിസപ്റ്റർ, അതുപോലെ തന്നെ അഫറന്റ് പാത്വേ, അതുപോലെ തന്നെ ഇന്റഗ്രേറ്റിംഗ് സെന്റർ, then efferent pathway and effector. ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്തേ ഉള്ളൂ. അതായത് റിഫ്ലക്സിനെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള ഘടകങ്ങൾ. ഓക്കെ, ഈ റിഫ്ലക്സ് റിയാക്ഷനെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. റിസപ്റ്റർ ഉണ്ടാകും, അഫറന്റ് പാത്വേ, അതുപോലെ തന്നെ ഒരു ഇന്റഗ്രേറ്റിംഗ് സെന്റർ, then efferent pathway and effector. ഇത്രയും ഘടകങ്ങളാണ് ഈ റിഫ്ലക്സിനെ നയിക്കുന്ന അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? Okay. The components that mediate a reflex usually include a receptor, afferent pathway, integrating center, efferent pathway and effector. അതായത് റിഫ്ലക്സിനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അതിനെ നയിക്കുന്ന രീതിയിലുള്ള ഘടകങ്ങളാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. റിസപ്റ്റർ ഉണ്ടാകും, ഒരു അഫറന്റ് പാത്വേ ഉണ്ടാകും, ഒരു ഇന്റഗ്രേറ്റീവ് സെന്റർ ഉണ്ടാകും, then ഒരു ഇഫറന്റ് പാത്വേ ഉണ്ടാകും, ഇഫക്ടർ ഉണ്ടാകും. ഇത്രയും ഘടകങ്ങളാണ് ഈ റിഫ്ലക്സ് റിയാക്ഷനെ അല്ലെങ്കിൽ ഈ റിഫ്ലക്സ് ആർക്കിനെയൊക്കെ നിയന്ത്രിക്കുന്നത്. ക്ലിയർ ആയോ? Okay. Next, some common examples of reflex are closing of eyes when strong light is flashed, salivation on seeing some favorite food, etc. അതായത് റിഫ്ലക്സ് ആയിട്ടുള്ള റിഫ്ലക്സസിന് എക്സാമ്പിൾസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾസ്. അതായത് ക്ലോസിംഗ് ഓഫ് ഐസ് വെൻ സ്ട്രോങ് ലൈറ്റ് ഈസ് ഫ്ലാഷ്ഡ്. അതായത് കണ്ണിലോട്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു ലൈറ്റ് ഫ്ലാഷ് ചെയ്യുമ്പോൾ, ലൈറ്റ് കണ്ണിലോട്ട് പെട്ടെന്ന് തന്നെ വന്ന് പതിക്കുമ്പോൾ എന്താകും, കണ്ണ് നമ്മൾ പെട്ടെന്ന് തന്നെ അടയ്ക്കും. അതൊരു റിയാക്ഷൻ ആണ്, അതൊരു റിഫ്ലക്സ് റിയാക്ഷന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അതായത് സ്ട്രോങ് ആയിട്ടുള്ള ലൈറ്റ് കണ്ണിലോട്ട് വന്ന് ഫ്ലാഷ് ചെയ്യുമ്പോൾ കണ്ണ് ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, അതൊരു എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ സലവേഷൻ ഓൺ സീയിങ് സം ഫേവറേറ്റ് ഫുഡ്. ചില ഫേവറേറ്റ് നമുക്ക് ഇഷ്ടമായിട്ടുള്ള ഫുഡ് കാണുമ്പോൾ നമ്മുടെ വായിൽ ഉമിനീര് വരുന്നത്, അതും ഒരു എക്സാമ്പിൾ ആണ്. റിഫ്ലക്സസിന് എക്സാമ്പിൾസ് ആണ്. രണ്ട് എക്സാമ്പിൾസ് ഇവിടെ കോമൺ ആയിട്ടുള്ള രണ്ട് എക്സാമ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? അതായത് കണ്ണിലോട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലൈറ്റ് വരുമ്പോൾ നമ്മൾ കണ്ണ് ചിമ്മുന്നതും, അതുപോലെ തന്നെ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കാണുമ്പോൾ വായില് സലൈവേഷൻ മീൻസ് ഉമിനീര് വരുന്നതൊക്കെ ഒരു എക്സാമ്പിൾ ആണ്. ക്ലിയർ? ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്. Reflexes are categorized into unconditioned and conditioned reflexes. റിഫ്ലക്സസിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, മീൻസ് തരം തിരിച്ചിട്ടുണ്ട്. അൺകണ്ടീഷണഡും അതുപോലെ തന്നെ കണ്ടീഷണഡും. ഓക്കെ, റിഫ്ലക്സസ് രണ്ട് തരത്തിലുണ്ട്, കണ്ടീഷണഡ് റിഫ്ലക്സസും അൺകണ്ടീഷണഡ് റിഫ്ലക്സസും. Then next point, unconditioned reflexes are inborn, unlearned response to a stimulus or any change in the environment. അതായത് അൺകണ്ടീഷണഡ് റിഫ്ലക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജന്മനാ കിട്ടുന്ന, ഇൻബോൺ ആണ്, മീൻസ് ജന്മനാ കിട്ടുന്നതാണ്. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ,
ഇത് എൻവയോൺമെന്റ് ചേഞ്ചിനനുസരിച്ച് എന്തെങ്കിലും ചേഞ്ചസ് വരുമ്പോൾ അതിനൊക്കെ അനുസരിച്ചുണ്ടാകുന്ന റിഫ്ലക്സ്. ഇനി ചേഞ്ച് ഇൻ എൻവയോൺമെന്റ് അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് പഠിക്കാത്ത രീതി, നമുക്ക് പഠിച്ചെടുക്കേണ്ടതല്ല, അത് ജന്മനാ നമുക്ക് കിട്ടുന്നതാണ്, നമ്മൾ ലേൺ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതുപോലുള്ള ഒരു സ്റ്റിമുലസ് ആണ്. ഓക്കെ, അതായത് എൻവയോൺമെന്റ് ചേഞ്ചിനനുസരിച്ചിട്ടൊക്കെ അത് നമ്മുടെ ശരീരത്തിൽ റെസ്പോൺസ് ചെയ്തുകൊണ്ടിരിക്കും. ക്ലിയർ ആയോ? Is it clear? Okay. Next point. Whereas conditioned reflexes are not inborn but are acquired on past experience, training or learning. അതായത് കണ്ടീഷണഡ് റിഫ്ലക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജന്മനാ കിട്ടുന്നതല്ല, അത് നമ്മൾ ആർജിച്ചെടുക്കേണ്ടതാണ്. ഒന്നെങ്കിൽ നമുക്ക് പാസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, നമുക്ക് മുൻപേ ഉണ്ടായ എക്സ്പീരിയൻസിൽ നിന്നെല്ലാം നമ്മൾ ആർജിച്ചെടുക്കുന്ന ഒന്നാണ് ഈ കണ്ടീഷണഡ് റിഫ്ലക്സസ്. ഒന്നെങ്കിൽ ട്രെയിനിങ് വഴിയാകാം, അല്ലെങ്കിൽ ലേണിംഗ് വഴിയാകാം. ഓക്കെ, അങ്ങനെയുള്ള റിഫ്ലക്സസ് ആണ് കണ്ടീഷണഡ് റിഫ്ലക്സസ്. മീൻസ് നമുക്ക് പാസ്റ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ട്രെയിനിങ് വഴിയൊക്കെ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള റിഫ്ലക്സസിനെയാണ് കണ്ടീഷണഡ് റിഫ്ലക്സസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? Is it clear? Okay. ഇത്രയാണ് റിഫ്ലക്സ് ആക്ഷൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Any doubt? Any doubt? Please give response. Okay. Reflex action is an immediate involuntary action of any organ or part of the body in response to a particular stimulus. Okay, അതായത് റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലോട്ട് പർട്ടിക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റിമുലസ്, മീൻസ് നമ്മുടെ ശരീരത്തിലോട്ട് എന്തെങ്കിലും പ്രവേശിക്കുമ്പോൾ, ഓക്കെ, സ്റ്റിമുലസിന് എക്സാക്ട് ഒരു മലയാളം മീനിങ് ഒന്നുമില്ല, സ്റ്റിമുലസ് തന്നെ നിങ്ങൾ പഠിക്കുക. പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുമ്പോൾ എന്താ പറയുക, അതിനെതിരെ ബോഡി ഉണ്ടാക്കുന്ന ഒരു റെസ്പോൺസ്, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ബോഡി ഉണ്ടാക്കുന്ന റെസ്പോൺസിനെയാണ് റിഫ്ലക്സ് ആക്ഷൻ എന്ന് വിളിക്കുന്നത്. അതായത് റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ഇൻവോളണ്ടറി ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻവോളണ്ടറി ആയിട്ടുള്ള ആക്ഷൻ നടക്കും. അതായത് എന്തെങ്കിലും പർട്ടിക്കുലർ സ്റ്റിമുലസ് ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി, ഓക്കെ, അല്ലെങ്കിൽ ബോഡിയിലെ ഏതെങ്കിലും അവയവങ്ങളിൽ നിയന്ത്രിക്കപ്പെടാത്ത രീതിയിലുള്ള ഇൻവോളണ്ടറി ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ആക്ഷൻ, ഒരു പ്രവർത്തനം നടക്കും. ഓക്കെ, ഇപ്പൊ എന്താ പറയാ, നമ്മുടെ കണ്ണിലോട്ട് സ്ട്രോങ് ആയിട്ടുള്ള ലൈറ്റ് വന്നു, നമ്മൾ കണ്ണ് ചിമ്മുന്നു, നമുക്ക് ഈ കണ്ണ് ചിമ്മുന്നതിനെ നമുക്ക് എന്താ പറയാ നിയന്ത്രിക്കാൻ പറ്റില്ല. ക്ലിയർ ആയോ? അതൊരു ഇൻവോളണ്ടറി ആയിട്ടുള്ള ആക്ഷൻ ആണ്. ഓക്കെ, അങ്ങനെയുള്ള റിയാക്ഷൻ ആണ് റിഫ്ലക്സ് ആക്ഷൻ എന്ന് വിളിക്കുന്നത്. Others, any doubt? Any doubt? എങ്കിൽ നമുക്ക് റെസ്പിറേറ്ററി സിസ്റ്റം നോക്കാം. ഓക്കെ, in that respiration ആണ് നമ്മൾ പറഞ്ഞത്. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ റെസ്പിറേഷൻ ഈസ് ദി ആക്ട് ഓഫ് ബ്രീത്തിങ് ഇൻ ആൻഡ് ബ്രീത്തിങ് ഔട്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിരേഷൻ. ഓക്കെ, അതായത് റെസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുകയും ശ്വാസം പുറത്തോട്ട് വിടുകയും ചെയ്യുന്നത് എന്ന ആ ഒരു പ്രവർത്തനത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയനെയാണ് റെസ്പിറേഷൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിരേഷൻ. ഇതിലാണ് ഇൻസ്പിറേഷൻ എക്സ്പിരേഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുന്നത്, ബ്രീത്തിങ് ഇൻ. എക്സ്പിരേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രീത്തിങ് ഔട്ട്. ഒന്നുകൂടി പറയാം, റെസ്പിറേഷൻ ഈസ് ദി ആക്ട് ഓഫ് ബ്രീത്തിങ് ഇൻ ആൻഡ് ബ്രീത്തിങ് ഔട്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻസ്പിരേഷൻ ആൻഡ് എക്സ്പിരേഷൻ. ക്ലിയർ ആയോ? Is it clear? Okay, ഇങ്ങോട്ട് പറയണം. ഓക്കെ, റെസ്പിറേഷൻ ഈസ് ദി ആക്ട് ഓഫ് ബ്രീത്തിങ് ഇൻ ആൻഡ് ബ്രീത്തിങ് ഔട്ട്. അതായത് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുകയും ശ്വാസം പുറത്തോട്ട് വിടുകയും ചെയ്യുന്ന ആ ഒരു ആക്ഷൻ, ആ ഒരു പ്രവർത്തനത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് റെസ്പിറേഷൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻസ്പിരേഷൻ ആൻഡ് എക്സ്പിരേഷൻ. അതായത് പറഞ്ഞത് തന്നെ, ഇൻസ്പിരേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രീത്തിങ് ഇന്നിനെയാണ് ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത്. എക്സ്പിരേഷൻ എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് ഔട്ട്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് സെയിം തന്നെയാണ് അടുത്ത പോയിന്റിലോട്ടും വരുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദി ഇൻടേക്ക് ഓഫ് O2 ആൻഡ് ഔട്ട്പുട്ട് ഓഫ് CO2. അതായത് ഇത് ഒന്നുകൂടി റെസ്പിറേഷന് വേറൊരു മീനിങ് ആണ് ഇവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതായത് ഓക്സിജനെ ഉള്ളിലോട്ട് എടുക്കുകയും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തോട്ട് വിടുകയും ചെയ്യുന്ന, ഓക്കെ, ആ ഒരു പ്രോസസ്സിനെയും ആണ് റെസ്പിറേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ്സ് ദി ഇൻടേക്ക് ഓഫ് O2 ആൻഡ് ദി ഔട്ട്പുട്ട് ഓഫ് CO2.
അതായത് ഓക്സിജനെ ഉള്ളിലോട്ട് എടുക്കുകയും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തോട്ട് വിടുകയും ചെയ്യുന്നതിനെയാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. ഇറ്റ് ഇൻക്ലൂഡ്സ് ദി ഇൻടേക്ക് ഓഫ് O2 ആൻഡ് ഔട്ട്പുട്ട് ഓഫ് CO2. അതായത് ഓക്സിജനെ ഉള്ളിലോട്ട് എടുക്കുകയും മീൻസ് ഓക്സിജനെ ശ്വസിക്കുകയും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുകയും അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തോട്ട് വിടുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ബിറ്റ്വീൻ ദി ബ്ലഡ് ആൻഡ് ദി ലങ്സ് ഈസ് കോൾഡ് external respiration. Exchange of gases between the blood and the lungs is called external respiration. അതായത് രക്തത്തിനും അതുപോലെ തന്നെ ശ്വാസകോശത്തിനും ഇടയിലുള്ള വാതകങ്ങളുടെ കൈമാറ്റത്തെ external respiration എന്ന് വിളിക്കുന്നു. Okay. The exchange of gases between the blood and the lungs is called external respiration. അതായത് ബ്ലഡിനും ലങ്സിനും മീൻസ് രക്തത്തിനും ശ്വാസകോശത്തിനും ഇടയിൽ നടക്കുന്ന വാതകങ്ങളുടെ കൈമാറ്റത്തെ എക്സ്റ്റേണൽ റെസ്പിറേഷൻ എന്ന് വിളിക്കുന്നു. Is it clear? ക്ലിയർ ആയോ? ഓക്കെ. ദെൻ അടുത്ത പോയിന്റ്, exchange of gases between the blood and the cells is called internal respiration. അതായത് ബ്ലഡിനും കോശങ്ങൾക്കിടയിലും മീൻസ് രക്തത്തിനും കോശങ്ങൾക്കിടയിലും നടക്കുന്ന വാതകങ്ങളുടെ കൈമാറ്റത്തെ ഇന്റേണൽ റെസ്പിറേഷൻ എന്ന് വിളിക്കുന്നു. ഇവിടെ പറയാം, എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ബിറ്റ്വീൻ ദി ബ്ലഡ് ആൻഡ് ദി സെൽസ് ഈസ് കോൾഡ് ഇന്റേണൽ റെസ്പിറേഷൻ. അതായത് ബ്ലഡിനും സെൽസിനും ഇടയിൽ നടക്കുന്ന വാതകങ്ങളുടെ കൈമാറ്റത്തെ ഇന്റേണൽ റെസ്പിറേഷൻ എന്ന് വിളിക്കുന്നു. Is it clear? ക്ലിയർ ആയോ? ഓക്കെ. ഒന്നുകൂടി പറയാം, റെസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്പിറേഷൻ ഈസ് ദി ആക്ട് ഓഫ് ബ്രീത്തിങ് ഇൻ ആൻഡ് ബ്രീത്തിങ് ഔട്ട്. ശ്വാസം ഉള്ളിലോട്ട് എടുക്കുകയും ശ്വാസം പുറത്തോട്ട് വിടുകയും ചെയ്യുന്നതിനെ റെസ്പിറേഷൻ എന്ന് വിളിക്കുന്നു. ഇതിൽ ഇൻസ്പിറേഷനും എക്സ്പിറേഷനും ഉണ്ട്. Then it includes the intake of O2 and the output of CO2. അതായത് ഓക്സിജനെ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുകയും ചെയ്യുന്നതിനെയും റെസ്പിറേഷൻ എന്ന് വിളിക്കുന്നു. Then exchange of gases between the blood and the lungs is called external respiration. അതായത് ബ്ലഡിനും ലങ്സിനും ഇടയിലുള്ള ഗ്യാസ് എക്സ്ചേഞ്ചിനെ മീൻസ് വാതകങ്ങളുടെ കൈമാറ്റത്തെ എക്സ്റ്റേണൽ റെസ്പിറേഷൻ എന്ന് വിളിക്കുന്നു. Then നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ബിറ്റ്വീൻ ദി ബ്ലഡ് ആൻഡ് ദി സെൽസ്. അതായത് ബ്ലഡിനും സെൽസിനും ഇടയിൽ നടക്കുന്ന വാതകങ്ങളുടെ കൈമാറ്റത്തെ ഇന്റേണൽ റെസ്പിറേഷൻ എന്ന് വിളിക്കുന്നു. അത്രയും ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് അടുത്ത പോയിന്റ്, the organs of the respiratory systems are ഹൈഫൺ ഇട്ടിട്ട് അതായത് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ വരുന്ന മീൻസ് ശ്വസന വ്യവസ്ഥയിൽ വരുന്ന അവയവങ്ങളുടെ പേരാണ് ഇനി മെൻഷൻ ചെയ്യുന്നത്. ഓർഗൻസിന്റെ പേരാണ് ഇനി ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ. റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ വരുന്ന ഓർഗൻസിന്റെ പേരാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ നോസ്. ഒന്നാമത്തെ പാർട്ട് നോസ്. ഇതിന്റെ ഇമേജ് ഞാൻ നിങ്ങൾക്ക് ഈവനിങ് സെൻഡ് ചെയ്യാം. ഓക്കെ. റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഇമേജ് ഞാൻ നിങ്ങൾക്ക് ഈവനിങ് സെൻഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അതായത് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ വരുന്ന ഓർഗൻസിന്റെ പേരാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ദാറ്റ് ഫസ്റ്റ് വൺ നോസ്, സെക്കൻഡ് വൺ ഫാരിങ്സ്, തേർഡ് വൺ ലാരിങ്സ്, ഫോർത്ത് വൺ ട്രക്കിയ, ഫിഫ്ത്ത് വൺ ടു ബ്രോങ്കൈ in bracket 1 bronchi to each lung. 1 bronchi to each lung. അതായത് 2 ബ്രോങ്കൈയാ ഉള്ളതെന്ന് പറഞ്ഞു. ഓരോ ബ്രോങ്കൈ ഓരോ ലങ്സിന്. 2 ശ്വാസകോശങ്ങളാണുള്ളത്. ഓക്കെ. 2 ബ്രോങ്കൈ എന്ന് പറഞ്ഞാൽ ഒരു ബ്രോങ്കൈ ഒരു ശ്വാസകോശത്തിന്, ഒരു ബ്രോങ്കൈ മറ്റൊരു ശ്വാസകോശത്തിന്. ഓക്കെ. 1 bronchi to each lung. Then 6th one bronchioles.
Seventh one, two lungs and their coverings. Two lungs and their coverings. ബ്രാക്കറ്റിൽ പ്ലൂറ. പ്ലൂറ പ്ലൂറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വാസകോശത്തെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ആവരണമാണ്. ഓക്കെ, പ്ലൂറനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഒന്നുകൂടി പറയാം, ടു ലങ്സ് ആൻഡ് ദെയർ കവറിങ്സ്. ഓക്കെ, ബ്രാക്കറ്റിൽ പ്ലൂറ. ദെൻ എയ്ത്ത് വൺ, മസിൽസ് ഓഫ് ബ്രീത്തിങ്. മസിൽസ് ഓഫ് ബ്രീത്തിങ് ഹൈഫൺ ഇട്ടിട്ട് the intercostal muscles and the diaphragm. The intercostal muscles and the diaphragm. ഓക്കെ, ഇങ്ങനെ 8 പാർട്സ് ആണ് വരുന്നത്. എന്നോട് പറയാം, the organs of the respiratory system are, അതായത് റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ അവയവങ്ങളുടെ പേരാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തത് നോസ്, സെക്കൻഡ് വൺ ഫാരിങ്സ്, തേർഡ് വൺ ലാരിങ്സ്, ഫോർത്ത് വൺ ട്രക്കിയ, ഫിഫ്ത്ത് വൺ ടു ബ്രോങ്കെ ഇൻ ബ്രാക്കറ്റ് വൺ ബ്രോങ്കെ ടു ഈച്ച് ലങ്സ്. ഓരോ ശ്വാസകോശത്തിനും അല്ലെങ്കിൽ ഓരോ ലങ്സിനും ഓരോ ബ്രോങ്കെ വീതം. ദെൻ നെക്സ്റ്റ് ബ്രോങ്കിയോൾസ്. നെക്സ്റ്റ് ടു ലങ്സ് ആൻഡ് ദെയർ കവറിങ്സ്. രണ്ട് ശ്വാസകോശവും അതിന്റെ കവറിങ്സ്. അതിന്റെ കവറിങ്സിനാണ് പ്ലൂറ എന്ന് വിളിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ മസിൽസ് ഓഫ് ബ്രീത്തിങ്, മീൻസ് ശ്വസനത്തിന് സഹായിക്കുന്ന പേശികൾ. അതാണ് ഇന്റർകോസ്റ്റൽ മസിൽസും അതുപോലെ തന്നെ ഡയഫ്രോം. ക്ലിയർ ആയോ? എത്രയും ക്ലിയർ ആയോ? എട്ടാമത്തെയാ? ഓക്കെ, മസിൽസ് ഓഫ് ബ്രീത്തിങ്. ഇതിൽ വരുന്നത് ഇന്റർകോസ്റ്റൽ മസിൽസും അതുപോലെ തന്നെ ഡയഫ്രം. ഇന്റർകോസ്റ്റൽ മസിൽസ് ആൻഡ് ദി ഡയഫ്രം, അതായത് ശ്വസനത്തിന് സഹായിക്കുന്ന പേശികൾ അല്ലെങ്കിൽ മസിൽസ്. ഓക്കെ, അതാണ് ഇന്റർകോസ്റ്റൽ മസിൽസും അതുപോലെ തന്നെ ഡയഫ്രം. ക്ലിയർ? ആറാമത്തെ ബ്രോങ്കിയോൾസ്. ബ്രോങ്കിയോൾസ് ക്ലിയർ ആയോ? ഓക്കെ. Okay, just ask question. Okay, mania. Mania. Okay, reflex action bara. ഒക്കെ എതിർക്കുന്ന, അതായത് ഇൻവോളണ്ടറി ആയിട്ടുള്ള ആക്ഷൻ, ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുന്ന ഒരു ഇൻവോളണ്ടറി ആയിട്ടുള്ള ആക്ഷൻ ആണത്. ഓക്കെ, മീൻസ് നിയന്ത്രിക്കപ്പെടാത്ത രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ്. ഓക്കെ, ദെൻ കണ്ടിന്യൂ ചെയ്യാം. മന്യ different integrating center. Then next point, മന്യ. മന്യ മ്യൂട്ട് ചെയ്തോ. ശ്രീഷ്മ കണ്ടിന്യൂ ചെയ്യാം. Okay. Under. Okay. Okay. Okay, very good. ഷഹീർ, കാവ്യ. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
Okay, very good. Sona. Sona is Sona. No response. Okay, Risana. 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 Aditya. Okay, Risana. Reflex action para. Okay. Then continue. Okay. Then Aditya. Risana mute. You have Risana mute. Risana mute. Cut ആയിട്ടാണ് കേൾക്കുന്നത്. ആദിത്യ. Okay, continue ചെയ്യാം. Action ഭാഗത്ത് correct. ഉം, ഉം, ഉം. Okay. പറ കണ്ടിന്യൂ ചെയ്യാം. കണ്ടീഷണൽ എന്ന് അൺകണ്ടീഷണൽ എന്ന് പറഞ്ഞാൽ ജന്മന നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും എൻവയോൺമെന്റ് ചേഞ്ചസ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിമുലസ് ഉണ്ടാകുമ്പോൾ നമുക്ക് റെസ്പോൺസ് ചെയ്യാനായിട്ട് ജന്മന കിട്ടുന്ന ഒരു കഴിവാണ്. ഓക്കെ, കണ്ടീഷണഡ് റിഫ്ലെക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജന്മന കിട്ടുന്നതല്ല, അത് നമ്മൾ ആർജിച്ചെടുക്കുന്ന ട്രെയിനിങ്ങിൽ നിന്നോ അല്ലെങ്കിൽ പാസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നൊക്കെ നമ്മൾ ലേൺ ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ, ഷഹീർ. സോന. സോന. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്? എനി ഡൗട്ട്? എനിക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. മൺഡേ നെർവസ് സിസ്റ്റം പഠിക്കാം. ഓക്കെ, താങ്ക് യു.